ഹലോ നമസ്കാരം. അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും കാലത്തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്ന് കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അപ്പം ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കാലത്ത് നമുക്ക് റെസ്റ്റ് എടുക്കലൊന്നും അധികം നടക്കില്ല. നമ്മളവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ എടുക്കും. അപ്പം ഞാൻ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത് ഇന്ന്. അപ്പം ഇന്ന് കാലത്ത് ചേട്ടനും മോനും 6:30 പോകുമ്പോൾ ചേട്ടൻ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി അവരെല്ലാവരും കഴിച്ചിട്ടാണ് പോയത്. അപ്പം എന്തോ ചെറുതായി കുബൂസ് മുട്ടയൊക്കെയാണ് അവരുണ്ടാക്കി കഴിച്ചെന്ന് തോന്നുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ എഴുന്നേറ്റ് പിന്നെ താഴെയുള്ള ആളുണ്ട്. അപ്പം അവന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. വേറെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഞാൻ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും മുട്ടയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഒരു 2-3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. അപ്പം ഞാൻ ഇത്തിരി നെയ്യാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തുള്ളത്. അപ്പം നമ്മൾ ഒന്ന് പാൻ ചൂടായി വന്നപ്പോൾ ബ്രെഡൊക്കെ മുട്ടയിലൊന്ന് നന്നായിട്ട് ഒന്ന് മുക്കിയെടുത്ത് ചൂടായ പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് അപ്പുറപ്പുറമൊക്കെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പം മോനെ അങ്ങനെ നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുന്നത് അവന് ഇഷ്ടമല്ല. മുട്ടയുടെ അങ്ങനെ മണം വരുന്നത് അവന് ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കുറച്ച് നേരം വെച്ച് ഓരോ സൈഡ് നന്നായി മൊരിച്ചെടുക്കുന്നതാണ് അവനിഷ്ടം. നന്നായി ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒട്ടും ഇഷ്ടമല്ല അത്. അപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ചത് പൊരിച്ചെടുക്കണം. ഇതേ ബ്രെഡൊക്കെ ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്മൂത്തി ഒന്നും വേണ്ട. അപ്പം നല്ല തലവേദനയൊക്കെ ഉള്ളപ്പോൾ കുറച്ച് ചൂടുള്ള കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ കാപ്പിപ്പൊടി ഇവിടെ അടുത്തുള്ള ഒരു മില്ലിൽ നിന്ന് പൊടിച്ച് മേടിക്കുന്ന കാപ്പിപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ അവർ പൊടിച്ച് തരും. ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയുള്ള പൊടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാപ്പിയും. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനായിട്ടും കൂടുതൽ ഇങ്ങനത്തെയാണ് ഇപ്പം വാങ്ങിക്കാറ്. മറ്റേത് വാങ്ങിച്ച് വെക്കും. മക്കൾക്കൊക്കെ ആ കോഫിയാണ് ഇഷ്ടം. ഈ കോഫി നമ്മൾ ചെറുപ്പത്തിലൊക്കെ പനിയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനത്തെ അന്നൊക്കെ ഇങ്ങനത്തെ കാപ്പിപ്പൊടിയല്ലേ കിട്ടുക. അപ്പം അമ്മ ഇങ്ങനത്തെ കാപ്പിയാണ് പനിക്കൊക്കെ മുമ്പളൊക്കെ ഉണ്ടാക്കി തരാറ്. അപ്പോൾ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം ഞാനത് മില്ലിൽ പോയിട്ട് പൊടിച്ച് മേടിക്കും. കുറച്ച് ഒരു 10 ദർഹത്തിനൊക്കെ പൊടിച്ച് മേടിച്ചാൽ കുറേ നാളുണ്ടാവും. പിന്നെ മോനുള്ള പാലും ഉണ്ടാക്കി കൊണ്ടുവച്ചു. പിന്നെ എനിക്ക് ബ്രെഡൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനൊരു ബ്രിട്ടാനിയ നമ്മുടെ ഉപ്പ് ബിസ്ക്കറ്റില്ലേ, അപ്പോൾ അതാണ് കാപ്പിയിൽ മുക്കിയിട്ട് കഴിക്കുന്നത്. പിന്നെ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കറി വെക്കണ്ടേ. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്കുന്നായിരുന്നു. അപ്പോൾ തൊലിക്ക് കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴുകി മൺചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി തിളച്ച് വരുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളച്ച് വന്നതിൽ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്ത് വരുമ്പോഴേക്കും ഇത് നല്ല ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ വാങ്ങിച്ചില്ല ഫ്രോസൺ ഗ്രീൻ പീസാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് വയ്ക്കും ഫ്രോസൺ ഗ്രീൻ പീസ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റേ ചപ്പാത്തിക്കൊക്കെ വെജിറ്റബിൾ കറി ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടാൻ സുഖമാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. മറ്റേതാകുമ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി ഒന്ന് വേവിച്ചെടുക്കുകയൊക്കെ വേണം. അപ്പം ഞാൻ ഇന്നലെ വന്നപ്പോൾ പിന്നെ ഒട്ടും വയ്യായിരുന്നു.
അപ്പോൾ ഒന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പോൾ നേരം വെളുക്കുമ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചതിലേക്ക് ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇത് കുറേ നാളേക്ക് ഉണ്ടാവും കേട്ടോ. കുറച്ച് ശരി ഫ്രീസറിൽ വെച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് മുളകും കുത്തിയ ചതച്ച മുളകൊക്കെ കഴിഞ്ഞിരിപ്പായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോഴാവും നമ്മൾ കറി കാച്ചാൻ നോക്കണ നേരത്താവും ചതച്ച മുളക് ഉണ്ടാവില്ല. പിന്നെ ആ നേരത്ത് ചിലപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് മുളക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കണം. അപ്പോൾ ഇതേ മുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറയണമെങ്കിൽ മുളകൊക്കെ ചതച്ചെടുത്തോടുകൂടി എൻ്റെ തുമ്മലും കൂടി. അപ്പോൾ ചതച്ച മുളകൊക്കെ ഒന്ന് ഇട്ട് വെച്ചു. പിന്നെ അതേ കറിയിലേക്കുള്ള അപ്പോഴേക്കും കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, വെള്ളരിക്കൊക്കെ. അപ്പോൾ അതിലേക്കുള്ള നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനൊരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ഒരു കുറവെന്ന് തോന്നിയപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് നന്നായി അരച്ച് വെച്ചു. കറി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച നാളികേരം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ആ അരച്ച് വെച്ച നാളികേരത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പം നാളികേരം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പകുതി മുക്കാൽ വേവായപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നാളികേരം ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മോരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ മോരിന് അധികം പുളിയൊന്നും ഇല്ലാത്ത കാരണം കുറച്ചധികം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കണ മോരൊക്കെ ഉണ്ടെങ്കിൽ നല്ല പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനധികം പുളിയൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിക്കണം, എന്നാലേ ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ. മോരൊഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അപ്പം ഞാൻ മോരൊഴിച്ചതിന് ശേഷം ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി അതിലേക്ക് ഇട്ടു. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. തിള വരുന്നിട്ട് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ ഇതേ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും മൂപ്പിച്ച് താളിച്ച് കൊടുത്തു. പിന്നെ ഇതേ കുറച്ച് കൊണ്ടാട്ടമുളക് കൂടി വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത്രയ്ക്ക് തന്നെയുള്ളൂ. വെള്ളരിക്ക മോര് കറിയും കൊണ്ടാട്ടമുളക് വറുത്തതും പിന്നെ നാട്ടിൽ നിന്ന് ഇഞ്ചിയും ഇഞ്ചിക്കറി, ഇഞ്ചിമ്പുളി എന്നാണ് ഞങ്ങൾ പറയുക, ഇഞ്ചിമ്പുളിയും അതുപോലെ തന്നെ ഇരുമ്പും പുളി അച്ചാറും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മതി ഇന്ന് ഉച്ചയൂണിന്. അപ്പം അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഉച്ചയൂണ്. പിന്നെ മെഷീനിൽ തുണിയൊക്കെ കലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് വേണം പിന്നെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് പിന്നെ ഒന്ന് കുളിച്ചിട്ട് കഴിഞ്ഞിട്ട് വയ്യാണ്ടായ വേഗം തന്നെ നമുക്കൊന്ന് കിടക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം കിടന്നാൽ തന്നെ ഒരു ഉഷാറുണ്ടാവും. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് എൻ്റെ വീഡിയോ പുതിയ ആൾക്കാർക്ക് യൂട്യൂബ് എത്തിക്കുക. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുത്തേക്കണേ. അപ്പം എൻ്റെ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പികളുമായി വരും വരെ ബായ്.